എല്ലാവർക്കും നമസ്കാരം. സർപ്രൈസ് UPSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഇന്ത്യൻ പൊളിറ്റിയാണ്. ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എല്ലാ വർഷവും UPSC പ്രിലിമിനറി എക്സാമിനേഷന് 20-നും 30-നും ഇടയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ PSC എക്സാമിനേഷൻസിനും വളരെയധികം ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഇന്ത്യൻ പൊളിറ്റി. നമുക്കറിയാം, ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി ബിഗ്ഗസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തതിന് പിന്നിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന വലിയൊരു സഭയുടെ ഒരു പ്രസൻസ് ഉണ്ട്. സോ അതിനെ പറ്റിയിട്ട് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യക്ക് വേണമെന്നൊരു ആശയം ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് MN റോയി ആയിരുന്നു. സോ MN റോയ് ഈസ് ദ പേഴ്സൺ ഹൂ മൂറ്റഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം. ദെൻ 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് അവർ ആവശ്യപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ളത് ഒഫീഷ്യലായിട്ട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1940 ആഗസ്റ്റ് ഓഫറിൽ കൂടെ 1940 ഓഗസ്റ്റ് ഓഫർ അന്നത്തെ ലോർഡ് ലിങ്തോ എന്ന് പറയുന്ന വൈസ്രോയി ആയിരുന്നു അത് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആ ആഗസ്റ്റ് ഓഫറിൽ കൂടി ഇന്ത്യയുടെ ഇന്ത്യൻസിൻ്റെ ഡിമാൻഡായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവർ അംഗീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യപ്പെട്ടത്. 1946 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻറ്റ് ആറ്റ്ലി അദ്ദേഹമാണ് ക്യാബിനറ്റ് മിഷൻ സെറ്റപ്പ് ചെയ്തത്. ഇന്ത്യക്ക് ഭരണം കൈമാറുന്നതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 3 മെമ്പർ കമ്മീഷൻ അവർ വെച്ചത്. ക്യാബിനറ്റ് മിഷൻ 3 മെമ്പേഴ്സിൻ്റെ ഹെഡ് പെദ്വിക് ലോറൻസ് ആയിരുന്നു. 3 മെമ്പർമാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്: പെദ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ ആൻഡ് സ്റ്റഫോർഡ് ക്രിപ്സ്. അപ്പം ഈ 3 മെമ്പേഴ്സായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാബിനറ്റ് മിഷൻ പ്രകാരം, അവരുടെ ക്യാബിനറ്റ് പ്ലാൻ പ്രകാരം 296 സീറ്റ് ഈ ബ്രിട്ടീഷ് പ്രൊവിൻസിനും 93 സീറ്റ് പ്രിൻസിൽ സ്റ്റേറ്റിനുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അങ്ങനെ ടോട്ടൽ അതിൻ്റെ സ്ട്രെങ്ത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് 389 ആയിരുന്നു. Each province and princely state were to be allotted seats in proportion to their respective population. ഓരോ നമ്മുടെ അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ സീറ്റുകൾ അലോട്ട് ചെയ്ത് അവിടുത്തെ പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. ഓരോ സ്ഥലത്തെയും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു സീറ്റുകൾ അലോട്ട് ചെയ്തിരുന്നത്. 1 സീറ്റ് ഫോർ മില്യൺ പോപ്പുലേഷൻ എന്നായിരുന്നു. മില്യൺ, ഒരു 10 ലക്ഷം ആൾക്കാർക്ക് ഒരു സീറ്റ് എന്നുള്ള നിലയിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ടു ബി പാർട്ട്ലി നോമിനേറ്റഡ് ആൻഡ് പാർട്ട്ലി ഇലക്റ്റഡ് ബോഡി. പാർട്ട്ലി നോമിനേറ്റഡ് എന്ന് പറയുന്നത് 93 സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ട പ്രിൻസിലി സ്റ്റേറ്റ്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു, ഓരോ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തു. അതേസമയം ബ്രിട്ടീഷ് പ്രൊവിൻസിലേക്ക് ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല. ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ നിന്നും അവിടെയുള്ള മെമ്പേഴ്സായിരുന്നു നമ്മുടെ അസംബ്ലിയിലേക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തത്. അപ്പം അവിടെയുള്ള അന്നത്തെ ജനങ്ങൾ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തിരുന്നു. ആ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെ മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഉള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തത്. ഇതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു നടന്നിരുന്നത്. അന്നത്തെ എല്ലാ സെക്ഷൻസിനും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അസംബ്ലി കംപ്രൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി: ഹിന്ദുസ്, മുസ്ലിംസ്, സിഖ്, പാഴ്സീസ്, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്,
SC/ST ഇൻക്ലൂഡിങ് വിമൻ. സോ എല്ലാ സെഷൻസിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു മെമ്പറായിരുന്നു. സോ ഇറ്റ് ഹെൽഡ് ഇറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് ഓൺ December 9, 1946. 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ദെൻ ആ മീറ്റിങ്ങിലാണ് സച്ചിദാനന്ദ സിൻഹയെ ടെമ്പററി പ്രസിഡൻ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ടെമ്പററി പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ടെമ്പററി പ്രസിഡൻ്റ് ആയിരുന്നു. December 11, 1946 രാജേന്ദ്ര പ്രസാദിനെ ഒഫീഷ്യലി പ്രസിഡൻറ്റ് ഓഫ് ദി അസംബ്ലി ആയിട്ട് തിരഞ്ഞെടുത്തു. പിന്നീട് HC മുഖർജി ആൻഡ് VT Krishnamachari were elected as the vice president of the assembly. Then BN Rao, അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. BN Rao. ഓക്കെ, BN Rao. Then objective resolution was introduced by Jawaharlal Nehru in the assembly. നമ്മുടെ അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫിക്കൽ ആൻഡ് കോർ മാറ്റേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നെഹ്റു പറഞ്ഞിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നല്ല ജനാധിപത്യ രാജ്യത്തിന് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫിലോസഫിക്കൽ മാറ്ററായിട്ട് പിന്നീട് മാറിയത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് December 13, 1946 ആണ്. അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ യുനാനിമസ്ലി അഡോപ്റ്റഡ് ബൈ ദി അസംബ്ലി ഓൺ January 22, 1947. All prominent members were present in the assembly except Mahatma Gandhi and Muhammad Ali Jinnah. മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്നയും ഒഴികെയുള്ള എല്ലാ പ്രോമിനൻറ്റ് മെമ്പേഴ്സും അസംബ്ലിയിൽ പ്രസൻറ്റഡ് ആയിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് November 26, 1949 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, November 26, 1949. ആ സമയത്ത് നമുക്ക് 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അമെൻമെൻറ്റുകൾ വന്ന് ഈ ആർട്ടിക്കിൾസ് കൂടിയത്. പക്ഷേ ബേസിക് ആർട്ടിക്കിൾസ് 395 അമെൻമെൻറ്റ് വന്നപ്പോഴുള്ള ആർട്ടിക്കിൾസൂടെ ചേർത്തിട്ട് ആണ് നമുക്ക് 450 പരം ആർട്ടിക്കിൾസ് ഇപ്പോൾ നിലവിലുണ്ട്. ബേസിക് ആർട്ടിക്കിൾസ് 395 എന്നുള്ളതാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ഫോഴ്സ് ഓൺ January 26, 1950. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ഡേറ്റ് January 26, 1950 ആ ഒരു ഡേറ്റാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡേറ്റുകളും തിരിഞ്ഞു വരുന്നത് ഒന്ന് അഡോപ്റ്റ് ചെയ്ത ഡേറ്റാണ്. അഡോപ്റ്റ് ചെയ്ത് November 26, 1949. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ഡേറ്റ്, കെയിം ഇൻ ഫോഴ്സ് ആയ ഡേറ്റ് January 26, 1950. ദെൻ ഈ November 26, 1949 ടോട്ടൽ 284 മെമ്പേഴ്സേ പ്രസൻ്റ് ആയിരുന്നുള്ളൂ. ഈ 284 മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പിട്ടിരിക്കുന്നത്, സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പല ഫങ്ഷൻസും അവർ നടത്തിയിരുന്നു. ഒരേ സമയം തന്നെ ഓർഡിനറി ലോസ് മേക്ക് ചെയ്യണം, മറുസമയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യണം. സോ വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇൻ 1949 ദേ റാറ്റിഫൈഡ് ദി മെമ്പർഷിപ്പ് ഓഫ് കോമൺവെൽത്ത് മെമ്പർഷിപ്പ്. 1949 കോമൺവെൽത്ത് മെമ്പർഷിപ്പ് അസംബ്ലി റാറ്റിഫൈ ചെയ്തു. It adopted, Constituent Assembly adopted our national flag on July 22, 1947. 1947 ജൂലൈ 22 നമ്മുടെ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. January 24, 1950, January 24, 1950 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഡേറ്റാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ഒന്ന്, നാഷണൽ ആന്തം ജനഗണമന റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ അന്നാണ് അഡോപ്റ്റ് ചെയ്ത്. നാഷണൽ സോങ് വന്ദേ മാതരം റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അത് അഡോപ്റ്റ് ചെയ്തും സെയിം ഡേറ്റിൽ തന്നെയാണ്. രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡൻ്റായി എലക്ട് ചെയ്ത ഡേറ്റും സെയിം ഡേറ്റ് തന്നെ. സോ
ഈ ഡേറ്റുകളെല്ലാം വളരെയധികം ഡേറ്റും ഈ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ വേരിയസ് കമ്മിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മേജർ കമ്മിറ്റീസും ഉണ്ടായിരുന്നു, മൈനർ കമ്മിറ്റീസും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മേജർ കമ്മിറ്റീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ നോക്കി യൂണിയൻ പവർ കമ്മിറ്റി ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. ദെൻ ജവഹർലാൽ നെഹ്റു ഹെഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. ദെൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ BR അംബേദ്കർ. ദെൻ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ഹെഡഡ് ബൈ സർദാർ പട്ടേൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് കമ്മിറ്റി ഹെഡ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് മേജർ കമ്മിറ്റിയാണ്. അതിന് സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ഹെഡഡ് ബൈ JB കൃപലാനി. ഒരു കഴിഞ്ഞ ഒന്നോ രണ്ടോ PSC എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ഹെഡ് ചെയ്തിരിക്കുന്ന ആരാണ്? JB കൃപലാനിയാണ്. അതുപോലെ മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി. ദെൻ നമ്മുടെ അസംബ്ലിയുമായി ബന്ധപ്പെട്ട 2 കമ്മിറ്റീസ്, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത് രണ്ടും നമ്മുടെ അസംബ്ലിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആയതുകൊണ്ട് അത് ഹെഡ് ചെയ്തിരിക്കുന്നത് രാജേന്ദ്ര പ്രസാദ്. സോ ഇതെല്ലാം മേജർ കമ്മിറ്റീസാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി ഇൻ ദി അസംബ്ലി ആൻഡ് ഇറ്റ് വാസ് ചെയർഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ. ഇറ്റ്സ് എ ഫേമസ് പേഴ്സണാലിറ്റി, എ ലീഗൽ ലൂമിനറി എന്നൊക്കെ അറിയപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോഡേൺ മനു എന്ന് വിളിക്കുന്നത്. അതർ മെമ്പേഴ്സ് വെയർ N. ഗോപാലസ്വാമി അയ്യങ്കാർ, അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, N. മാധവ റാവു ആൻഡ് TT കൃഷ്ണമാചാരി. ഇവരൊക്കെയാണ് ബാക്കിയുള്ള മെമ്പേഴ്സ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ മെമ്പേഴ്സൊക്കെ മനസ്സിലാക്കാൻ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ലെസണിൽ നമ്മൾ വരുന്നതാണ്. സോ മൈ നെയിം ഈസ് വിപിൻ രാജ്. ഓക്കെ, ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.